ഗോപിസുന്ദർ, ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷം നമ്മുടെ ഭാവഗായകനെ ഓർത്തെടുക്കുന്നത്? ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഇപ്പോഴാണ് ന്യൂസ് അറിഞ്ഞത്. ഒരുപാട് സങ്കടമുണ്ട്. അതായത് ചേട്ടൻ എന്താ പറയുക, ഇനി 2000 കൊല്ലം കഴിഞ്ഞാലും ചേട്ടന്റെ വോയിസ് എന്നും യങ് തന്നെയാണ്. ചേട്ടൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വരുമ്പോഴെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് പാട്ടും നിഷ്പ്രയാസമായിട്ട് അദ്ദേഹം പാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതുതലമുറയിലുള്ള എല്ലാവരും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗായകനാണ് അദ്ദേഹം. ഈ പ്രായത്തിൽ അദ്ദേഹം പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. അതായത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുമായിട്ടുള്ള ഒരുപാട് അറ്റ്മോസ്ഫിയർ, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മളിവിടെയൊക്കെ തമാശ പറഞ്ഞിരിക്കുന്ന കേട്ടാൽ തോന്നുന്നു നമ്മളെക്കാൾ യങ്ങാന്ന് തോന്നുന്നു. അമ്മാരിയാണ് പുള്ളിയുടെ ഒരു നമ്മളിവിടെ ഇരിക്കുമ്പോൾ. അത്രയും പെട്ടെന്ന് ഈ ന്യൂസ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ചേട്ടന്റെ ആത്മാവിനെ ശാന്തി കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരുപാട് വിഷമമുണ്ട്. അത്ര മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഒരു കാര്യം കൂടി, നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നിട്ടുണ്ട്. ഒരുമിച്ച് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സണലായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന, എന്നും മറയാതെ നിൽക്കുന്ന ചില നിമിഷങ്ങളെക്കുറിച്ച് ഈ നിമിഷം ഓർമ്മയിലുണ്ടോ? ഒരുപാടുണ്ട്. ചേട്ടനായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്. ചേട്ടന് ഓളിഞ്ഞാലിക്കുരി പാടാൻ വരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പാട്ട് കേട്ടിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് പാടുന്ന കണ്ടപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തതിനേക്കാളും ഏതൊരു കമ്പോസർക്കും അദ്ദേഹം ഒരു ഫേവറേറ്റ് സിംഗർ തന്നെയാണ്. അതായത് നമ്മൾ കമ്പോസ് ചെയ്തിരിക്കുന്ന പാട്ട് അദ്ദേഹം പാടി, അത് ആ ലിറിക്സ് ഉച്ചാരണ ശുദ്ധി അത് പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പാടാറ്. അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആസ് എ കമ്പോസർ, എവറി കമ്പോസർ വിൽ ഫീൽ ദാറ്റ് പ്രൗഡ് ദാറ്റ് ആ ഒരു കമ്പോസിഷൻ ആലോചിച്ച് എന്നും പ്രൗഡായിരിക്കും. അതാണ് ചേട്ടനെ പോലുള്ള സിംഗർ പാടുമ്പോഴുള്ള ഒരു പ്രത്യേകത. അത് ലെജൻഡറി റെൻഡറിങ് ആണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഉച്ചാരണ ശുദ്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു വേറെ ലെവൽ. അദ്ദേഹത്തിന്റെ വോയിസ് എന്നും യങ് ആണ്, എപ്പോഴും യങ് ആണ്. എനിക്ക് ഒലഞ്ഞാലിക്കുരുവി പാടുമ്പോൾ ഓരോ ലൈൻ പാടി കഴിയുമ്പോഴും കിട്ടിയ സന്തോഷം ഇന്നും ആലോചിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ സമയത്ത്, എന്റെയും എബിക്ഷേന്റെയും അദ്ദേഹം പാടുന്ന സമയത്ത്. സോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ. അദ്ദേഹം സലിൽദാനെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. ഒരുപാട് MS വിശ്വനാഥൻ സാറിന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. MS വിശ്വനാഥൻ സാർ അല്ലെങ്കിൽ സലിൽദ എന്നുള്ള 2 പേര് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ബാബുക്ക എന്ന പേരൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ 2 മണിക്കൂറെങ്കിലും അദ്ദേഹം ഇവരെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കിട്ട് നൽകുകയും പുതിയ തലമുറയ്ക്ക് എപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അദ്ദേഹം തന്നിട്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത്. സോ ജയേട്ടനായിട്ടുള്ള മുഹൂർത്തങ്ങൾ എന്നും എൻ്റെ മനസ്സിൽ ഒരു വലിയ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ തന്ന ഒരു സ്വരൂപമാണ് അദ്ദേഹം. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ കൂടിയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തെ പല കാലഘട്ടങ്ങളിൽ പല പ്രഗത്ഭരായ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടുകൾ, അദ്ദേഹവുമായി കോമ്പിനേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അതൊരു പക്ഷേ ഏറ്റവും യങ്ങായിട്ടുള്ള തലമുറയിൽപ്പെട്ട ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിൽ ഏറ്റവും പ്രകടമായി കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതായി തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റുഡിയോയിലോട്ട് വരുന്നത് തന്നെ ഒരു പച്ച കളർ ജീൻസും പച്ച കളർ ഷർട്ടൊക്കെ കിട്ടുന്നതാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം വരുന്നത്. വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സും അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വേറെ ചെയ്തുകൊണ്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സംടൈംസ് നാടൻ മുണ്ടും ഷർട്ടും ഉപയോഗിച്ച് വരുന്നത് കാണാം. ഏതിട്ടാലും ചേരുന്ന ഒരു വ്യക്തിയാണ്. അത് വലിയൊരു കൊമ്പം മീശയൊക്കെ വെച്ചിട്ടാണ് വരാറ്. ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞ സങ്കടമാണ്. അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഇപ്പം ഒരിക്കലും അദ്ദേഹം ഒന്നും നമ്മുടെ മനസ്സിൽ മരിക്കുന്നില്ല. ഇതൊന്നും ഒരിക്കലും അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് മറക്കാൻ കഴിയില്ല. ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഭയങ്കര രസമാണ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെയധികം നന്ദി ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന്.